രാമ 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 കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംഭോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം സുഖാന്തം സ്വയം ധാമ രാമം പ്രപദ്യേ. മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഓം ശ്രീരാം ജയ് രാം ജയ് ജയ് രാം. ഓം ശ്രീരാം ജയ് രാം ജയ് ജയ് രാം. ഓം ശ്രീരാം ജയ് രാം ജയ് ജയ് രാം. ഓം ശ്രീരാം ജയ് രാം ജയ ജയ രാം. ഓം ശ്രീരാം ജയ് രാം ജയ് ജയ് രാം. ഓം ശ്രീരാം ജയ രാം ജയ് ജയ് രാം. ഓം ശ്രീരാം ജയ രാം ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ,
സുഹൃത്തുക്കളെ എല്ലാവർക്കും സാദര നമസ്കാരം. രാമായണ അമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമായണ അമൃതത്തിൽ ഇന്ന് 29-ാം സുദിനത്തിലെ കഥാഭാഗങ്ങളാണ് അനുസ്മരിക്കുന്നത്. വിഭീഷണന് ശ്രീരാമചന്ദ്രസ്വാമി ശരണം കൊടുക്കുന്നതും വിഭീഷണൻ അതിശ്രേഷ്ഠമായ വേദവാക്യ അർത്ഥങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയെ അതിമനോഹരമായ സ്തോത്ര പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതുമായ വിഭീഷണ സ്തുതി ഒടുവിൽ അതാ ലങ്കാധിപനായിട്ട് വിഭീഷണനെ ഇവിടെ വെച്ച് തന്നെ ചക്രവർത്തിയായിട്ട് വാഴിക്കുന്നു. പലരും അതായത് സാധാരണഗതിയിൽ പല പല സംശയങ്ങൾക്കും ഇടവരാൻ സാധ്യതയുണ്ട്. ലങ്കാധിപനെ വാഴിക്കേണ്ടത് ആരാണ് എന്നുള്ള സംശയം, അതൊക്കെ യുക്തിവാദത്തിലിരിക്കട്ടെ. ശ്രീരാമചന്ദ്രസ്വാമി മഹാപ്രഭുവാണ്, ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു, ലങ്കയുടെ ഭരണത്തിന് അധികാരിയായിട്ടുള്ള ജ്യേഷ്ഠൻ, അനുജൻ തുടങ്ങിയിട്ടുള്ള സഹോദരന്മാരാണ്, ഒരേ പിതാവിൻ്റെ പുത്രന്മാരാണ് ഇവര്. ശരിക്കു പറഞ്ഞാൽ വൈശ്രവണനെ തോൽപ്പിച്ച് പുഷ്പക വിമാനവും രാജ്യവും സമ്പത്തും കൈയടക്കിയിട്ടാണ് രാവണൻ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ ആ രാവണനെ അധർമ്മത്തിന്റെ പേരിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിൽ തെറ്റില്ല, ശരിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നു ഇവിടെ. മാത്രമല്ല വിഭീഷണൻ ക്ഷണിച്ചിട്ട്, അതായത് വിഭീഷണനെ ചക്രവർത്തിയായിട്ട് ലങ്കയുടെ അധിപതിയായി വാഴിച്ചപ്പോൾ ആ വിഭീഷണന്റെ ക്ഷണപ്രകാരമാണ് ശ്രീരാമചന്ദ്രസ്വാമി ഇവിടത്തേക്ക് പോകുന്നത്, ലങ്കയിലേക്ക് പോകുന്നത്. അതിന് ഒന്നുകൂടി പരിശുദ്ധി കൂടുന്നു. വെറും രാവണൻ നിഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല, സീതയെ വീണ്ടെടുക്കാൻ മാത്രമല്ല, സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് ശ്രീരാമചന്ദ്രസ്വാമിയെ വിഭീഷണൻ. വിഭീഷണന് അർഹതയുണ്ടോ എന്നാണെങ്കിൽ വിഭീഷണനാണ് ഇപ്പോഴ് തീരുമാനിക്കേണ്ടത് ലങ്കയുടെ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ലങ്കാധിപനായിട്ട് വിഭീഷണനെ വാഴിച്ചിരിക്കുന്നത്. ആ രംഗം കൂടി, അഭിഷേകം ചെയ്യുന്ന രംഗം കൂടി കഴിഞ്ഞു. ഇനി ഇതാ ശുഗദൂതാണ്. ശുഗനാരാണ്? സമർത്ഥനായ രാവണന്റെ അതിസമർത്ഥനായ, സമർത്ഥൻ എന്ന് പറഞ്ഞാൽ പോരാ, അതിസമർത്ഥനായ ഒരു ദൂതനാണ് ശുഗൻ. ഒരു രാക്ഷസനാണ് ശുഗൻ. സുഗ്രീവ സമീപം വേഷം മാറിയിട്ട് പക്ഷിയുടെ രൂപത്തിൽ, തത്തയുടെ രൂപത്തിൽ സുഗ്രീവന്റെ സമീപത്തെത്തുന്നു. ആ പക്ഷിയെ വാനരന്മാർ പലതരത്തിലും ദ്രോഹിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിക്ക് മനസ്സിലായിട്ടുണ്ട് അത് രാക്ഷസ രാവണന്റെ രാജാവ്, രാവണന്റെ ദൂതനാണെന്ന്. ദൂതന്മാരെ മാനിക്കുന്ന സമ്പ്രദായമേ നമുക്കുള്ളൂ, കുഴപ്പമില്ല, അതുകൊണ്ട് മാനിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരപകടവും വരുത്താതെ ആ വാനരന്മാരിൽ നിന്ന് രക്ഷിച്ച് പറഞ്ഞയക്കുന്നു ശുഗനെ. ഒരു തരത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ ശുഗൻ തിരിച്ചു പോകുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകൾ കേട്ടിട്ടാണ്, തിരിച്ചു മറുപടി കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് രാക്ഷസൻ ആധീശനായിട്ടുള്ള സുഗ്രീവനും ശുഗനും തമ്മിലുള്ള സംഭാഷണം ആദ്യം വർണ്ണിക്കുന്നു. പക്ഷേ ദൂതരെ പണ്ട് ആരും തന്നെ കൊല്ലാറില്ല, അതുകൊണ്ട് ആശ്രയിച്ച ഒരു ദൂതൻ എന്നുള്ള നിലക്ക് കൊല്ലരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വാനരന്മാരെ പിടിച്ചു കെട്ടി ബന്ധിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. ഇതനുസരിച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ദാ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ശുഗനെ വെറുതെ വിട്ടു. ആ ശുഗൻ രാവണ സന്നിധിയിലെത്തുന്നതും സംഭാഷണം ചെയ്യുന്നതുമായിട്ടുള്ള രംഗം നമുക്ക് മറുഭാഗത്ത് മനസ്സിലാക്കാം. ഇവിടെ
ശ്രീരാമചന്ദ്രസ്വാമിയുടെ വാക്കുകൾ, ആ വാക്കുകളൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശിലീമുഖ വിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. ശ്രീരാമൻ അതാ സമുദ്രതീരത്തേക്ക് എത്തിച്ചേർന്നപ്പോഴുള്ള രംഗമാണ് ഇനി അങ്ങോട്ട് വർണ്ണിക്കുന്നത്. സമുദ്രത്തെ കണ്ടു. സേതുബന്ധനം ഇവിടെയാണ് വർണ്ണിക്കുന്നത്. ശുഗൻ അവിടെ പോകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അത് നമുക്ക് പിന്നീട് വേറൊരു സന്ദർഭത്തിൽ അനുസ്മരിക്കാം. അതായത് കഴിഞ്ഞിട്ട് അനുസ്മരിക്കാം. ഇപ്പോഴും സേതുബന്ധനത്തിലേക്ക് നമുക്ക് കിടക്കാം. സാഗരത്തിന്റെ മുന്നിലെത്തി ഭഗവാൻ. പക്ഷേ അതിശക്തമായി വരുണൻ, സമുദ്രനാഥനായ വരുണനെ വെല്ലുവിളിച്ചുകൊണ്ട് ക്രോധത്തോടുകൂടി കൊണ്ടുവാ ചാപ ബാണങ്ങൾ, നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവാൻ, വഴി വിട്ടു തരുന്നില്ലെങ്കിൽ ഞാൻ അർണവത്തെ, സമുദ്രത്തെ ഭസ്മമാക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷോഭിച്ചു. അബ്ധി നിറഞ്ഞു, തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു. പക്ഷേ ഈ സമയത്ത് വരുണദേവൻ, സമുദ്രനാഥൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന രംഗം. ത്രാഹി മാം ത്രാഹി മാം ത്രൈലോക്യപാലക ത്രാഹി മാം ത്രാഹി മാം വിഷ്ണോ ജഗൽപതേ ത്രാഹി മാം ത്രാഹി മാം പൗലസ്ത്യനാശന ത്രാഹി മാം ത്രാഹി മാം രാമ രമാപതേ എന്ന് പറഞ്ഞുകൊണ്ടതാ കാൽക്കൽ വീണ് നമസ്കരിക്കുന്ന രംഗം. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണന്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. ശ്രീരാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമ ലങ്കാമാർഗമാശു ദദാമി തേ. യുദ്ധം വണങ്ങി ആ സ്തുതിച്ച വരുണനോട് ശ്രീരാമചന്ദ്രസ്വാമി അരുളി ചെയ്യുന്നു, രാമബാണം തൊടുത്തു കഴിഞ്ഞാൽ അതിന് ലക്ഷ്യം വേണം, ലക്ഷ്യം കാണിച്ചു തരണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ആ രാമബാണത്തിന് ലക്ഷ്യം കാണിച്ചു കൊടുക്കുന്ന രംഗം. പിന്നീട് സേതുബന്ധനത്തിന് സാഗരത്തിന്റെ അഭിപ്രായ പ്രകാരം വിശ്വകർമാവിന്റെ പുത്രനായ നളൻ സമുദ്രത്തിന് കുറുകെ ചിറകെട്ടാൻ തുടങ്ങുന്നു. അങ്ങനെ കപികളുടെ സഹായത്തോടുകൂടി, വാനരന്മാരുടെ സഹായത്തോടുകൂടി നളൻ എത്രയാണ് 100 യോജന നീളം, അതുപോലെ 10 യോജന വീതി. 100 യോജന നീളമാണ് ലങ്കയിലേക്കുള്ള അളവ്. അത്രയും നീളത്തിലാണ് പാലം നിർമ്മിക്കേണ്ടത്, സേതുബന്ധനം വേണ്ടത്. 10 യോജന വീതിയും ഉണ്ട്. അത്രയും വീതിയിലാണ് നിർമ്മിച്ചത്. അങ്ങനെ പാറയും പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരൂതരെ കുണ്ഠവിഹീനം
പടുത്തു തുടങ്ങിനാൾ നേരെ ശതയോജനായതമായുടൻ ഈരഞ്ചു യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ഇവിടെ സേതുബന്ധനം, അതായത് പാറയും ഗിരിശൃംഗങ്ങളും, പ്രത്യേക പാറ എന്നാണ് പറയുന്നത്. അന്ന് രാമന്റെ ചൈതന്യത്തോടു കൂടിയിട്ടുള്ള ആ പൊങ്ങിക്കിടക്കുന്ന ആ വലിയ വലിയ ശിലകളാണത്രേ അവിടെ ഉപയോഗിച്ചത്. അതിനും അത്ഭുതം. കവികളുടെ സഹായത്തോടുകൂടി മരങ്ങള്, വലിയ വലിയ കരിമ്പനകള്, ഇവകളൊക്കെ കൊണ്ട് ഒന്നാം ദിവസം 14 യോജനയാണ് വിശ്വകർമാവിന്റെ പുത്രനായ നളൻ എന്ത് നിർമ്മിച്ചത്? ഈ സേതു പാലം, രാമേശ്വര ആ പാലം, വിശേഷപ്പെട്ട പാലം നിർമ്മിക്കുകയാണ്, സേതുബന്ധനം. അങ്ങനെ 14 യോജന കഴിഞ്ഞു. പിറ്റേ ദിവസം 20 യോജന, മൂന്നാമത്തെ ദിവസം 21, നാലാമത്തെ ദിവസം 22, പിന്നെ 23, അഞ്ചാമത്തെ ദിവസം. ആകെ 100 യോജന. 5 ദിവസം കൊണ്ടാണ് ഈ 100 യോജന ചിറകെട്ടിയത്, തെക്കേക്കരയിലെത്തി. ഇതാണ് നളസേതു എന്നൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ളത്. ഇന്നും അത്യന്താധുനിക ശാസ്ത്രജ്ഞന്മാരടക്കം ഇതിനെ കണ്ട് അത്ഭുതപ്പെടുകയും പകച്ചു നിൽക്കുകയും ചെയ്ത ആ അതിവിശേഷപ്പെട്ട ധന്യമുഹൂർത്തം. വാനര സൈന്യത്തോടെ ശ്രീരാമൻ പിന്നീട് ലങ്കയിലെത്തുന്ന രംഗം. ഈ രാമസേതു വളരെ പ്രസിദ്ധമാണെന്ന് കൂടി ഇവിടെ ഓർമ്മിക്കണം. രാമേശ്വരത്തുള്ള ഈ സേതുബന്ധം കണ്ട് രാമേശ്വരനെ തൊഴുത് മനുഷ്യർ പാപ വിമുക്തരായി തീരുമെന്ന് ശ്രീരാമചന്ദ്രസ്വാമി അനുഗ്രഹിച്ചിട്ടുണ്ട്. അനുഗ്രഹം യാതൊരു മർത്യനിവിടെ വന്ന് ആദരാൽ സേതുബന്ധം കണ്ട് രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നിതാപ്പോളവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട അതിശുദ്ധനായി വന്നുകൂടും മമാനുഗ്രഹാൽ. ശ്രീരാമൻ മാനിച്ച് രക്ഷിച്ച ആ ശുഗൻ രാവണ സന്നിധിയിലെത്തുന്ന രംഗം ഒരു ഭാഗത്ത് നമുക്ക് വിവരിക്കാം. അതിനിടയിൽ ഈ ധനുഷ്കോടി, ഇതൊക്കെ ഇവിടെയാണെന്ന് ഓർമ്മിക്കുക. ധനുഷ്കോടി എന്നാണ് പറയുക. ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ചും ഇപ്പോഴും കാശിയിലൊക്കെ ചെന്ന് അല്ലെ ഇവിടെ പറയാറുണ്ട്, രാമേശ്വരനെയും കണ്ട് വണങ്ങി പുറപ്പെട്ട് ശുദ്ധനായി കുണ്ഠത കൈവിട്ട് വാരാണസി പുക്കു ഗംഗയിൽ സ്നാനം ചെയ്തു ജിതശ്രമം ഗംഗാ സലിലവും കൊണ്ട് വന്ന് ആദരാൽ രാമേശ്വരന് അഭിഷേകം ചെയ്യുക. അതായത് രാമേശ്വരനെ കണ്ട് വണങ്ങി ഈ പറയുന്ന രീതിയിൽ പിന്നീട് ആ അനുഗ്രഹത്തോടുകൂടി കാശിയിൽ വാരണാസിയിൽ ചെന്നിട്ട് ആ കാശി വിശ്വനാഥനെ കണ്ട് ആ കാശി തീർത്ഥം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം ചെയ്ത് കൃതാർത്ഥരാകുന്ന രംഗം ഒരു ഭാഗത്ത് നമുക്കൊക്കെ വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തി തന്നു. പിന്നീട് രാവണ ശുഗസംവാദം ആണ്. അതായത് രാമന്റെ വാക്കുകളും രാമസൈന്യത്തിന്റെ വിവരണങ്ങളും ശുഗൻ രാവണന്റെ മുന്നില് ഉണർത്തിക്കുന്നു. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വർണ്ണിക്കുന്നു, പറഞ്ഞു കൊടുക്കുകയാണ്. പർവ്വത സന്നിഭന്മാരായ വാനരർ ഉർവീ കുലുങ്ങവേ ഗർജനവും ചെയ്തു സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. ശുഗൻ രാവണന് അനേകമനേകം സാരോപദേശങ്ങൾ നൽകുന്നു. ഈ സന്ദർഭത്തിൽ
ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മനസ്സേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് പരൻ അദ്വയൻ ആത്മാപരൻ. സീതയെ രാമന് തന്നെ കൊടുത്തുതൻ പാദപത്മാനുചരനായി നീ ഭവിക്കൂ എന്ന് ഉപദേശിച്ച ശുകനെ രാവണൻ കൊല്ലാതെ ആട്ടിയോടിക്കുന്ന രംഗം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഇന്നത്തെ സുദിനത്തില് ഒന്ന് ചുരുക്കി അനുസ്മരിക്കാനുള്ളത്. രാമ 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 രാമ. ശ്രീരാമദേവം പരം ഭക്തവത്സലം കാരണപൂരുഷം കാരുണ്യസാഗരം നാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ. ശ്രീരാമചന്ദ്രാഭയം ദേഹി മേ സന്തതം രാമലങ്കാമാർഗമാശു ദദാമി തേ. സേതുബന്ധിക്ക നളനാം കപിവരനേതുമവനൊരു ദണ്ഡമുണ്ടായി വരാ. വിശ്വകർമാവിൻ മകനവനാകയാൽ വിശ്വശില്പക്രിയാതൽപരനത്രയും വിശ്വദുരിതാപഹരാനിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിടുന്ന കീർത്തിയും വർദ്ധിക്കും എന്നു പറഞ്ഞു തൊഴുതുടൻ അബ്ധിയും മെല്ലെ മറഞ്ഞ് അരുളീടിനാൻ സന്തുഷ്ടനായൊരു രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു. സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ. തൽക്ഷണേ മർക്കട മുഖ്യനാകുന്നളൻ പുഷ്കര നേത്രനെ ബന്ധിച്ചു സത്വരം. പർവ്വത തുല്യ ശരീരികളാകിയ ദുർവാരവീര്യമിയെന്ന കപികളും സർവദിക്കിങ്കലും നിന്നു സരഭസം. പർവ്വത പാഷാണപാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങിത്തരൂതരെ കുണ്ഠവിഹീനം പടുത്തു തുടങ്ങിനാൻ. നേരെ ശതയോജനായതമായുടൻ 2 യോജന വിസ്താരമാം വണ്ണം ഇത്തം പടുത്തു തുടങ്ങും വിധൗ രാമഭദ്രനാം ദാശരഥി ജഗദീശ്വരൻ വ്യോമകേശം പരമേശ്വരം ശങ്കരം രാമേശ്വരമെന്ന നാമമരുൾ ചെയ്തു. ശോഭനമായ മുഹൂർത്തേന സംസ്ഥാപ്യ പാപഹരായ ത്രിലോകഹിതാർത്ഥമായി പൂജിച്ചു വന്ദിച്ചു ഭക്തിയാ നമസ്കൃത്യ രാജീവലോചനൻ ഏവമരുൾ ചെയ്തു. ഓം നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ നമഃ ശിവായ. ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും മംഗളകരമായി വരുന്നതിന് വേണ്ടി മൃത്യുഞ്ജയ മൂർത്തിയായ ആ ശ്രീ പരമേശ്വരനെ അവിടെ പ്രതിഷ്ഠിക്കുന്നു. നല്ല മുഹൂർത്തത്തിൽ രാമന്റെ ഈശ്വരനായിട്ട് പ്രതിഷ്ഠിക്കുന്നു രാമേശ്വരനെ. എന്നിട്ട് ശ്രീരാമേന്ദ്രസ്വാമി പറഞ്ഞിരിക്കുന്ന ഫലശ്രുതിയും ശ്രദ്ധിക്കാം. യാതൊരു മർത്യനിവിടെ വന്നാതരാൽ സേതുബന്ധം കണ്ടു രാമേശ്വരനെയും ഭക്തിയാ ഭജിക്കുന്നതിപ്പോൾ
ഭക്ത്യാ ഭജിക്കുന്നതപ്പോൾ അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളോടു വേർപെട്ട അതിശുദ്ധനായി വന്നുകൂടും. മമാനുഗ്രഹാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം. സേതുബന്ധത്തിങ്കൽ മജ്ജനവും ചെയ്തു ഭൂദേശനാകിയ രാമേശ്വരനെയും കണ്ടു വണങ്ങി പുറപ്പെട്ടു. ശുദ്ധനായി കുണ്ഠത കൈവിട്ടു വാരാണസി പൊക്കു ഗംഗയിൽ സ്നാനവും ചെയ്തു ജിതശ്രമം. ഗംഗാസലിലവും കൊണ്ടുവന്നാദരാൽ രാമേശ്വരന് അഭിഷേകവും ചെയ്തതാ. ശ്രീമൽ സമുദ്രേ കളഞ്ഞു തൽഭാരവും മജ്ജനം ചെയ്യുന്ന മർത്യൻ എന്നോടു സായുജ്യം വരുമതിനില്ലൊരു സംശയം എന്നരുൾ ചെയ്തിതു രാമൻ തിരുവടി നന്നായി തൊഴുതു സേവിച്ചിതെല്ലാവരും. വിശ്വകർമാത്മജനാം നളനും പിന്നെ വിശ്വാസമോടു പടുത്തു തുടങ്ങിനാൻ. രാമേശ്വരത്ത് ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തി സമൂഹമായി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന നള സേതു നിർമ്മാണം എന്നാണ് വിവരിച്ചത്. അങ്ങനെയുള്ള വിശേഷപ്പെട്ട സേതു ബന്ധനം ഒരു ഭാഗത്ത് കഴിയുന്നു. ഈ രംഗങ്ങളൊക്കെ ശുഗൻ രാവണ സന്നിധിയിൽ വെച്ച് ഉണർത്തിക്കുന്ന രംഗം. എന്താണ് പറഞ്ഞത്? എന്നോട് പറഞ്ഞ കാര്യങ്ങള് ഞാനിതാ അങ്ങയോട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഉപദേശങ്ങളാണ്. ചെന്നു നീ രാവണനോടു ചൊല്ലുക സീതയെ നൽകിയിടുകൊന്നുകിൽ അല്ലായികിലേതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം. രണ്ടും കണക്കെനിക്കെന്നു പറയണം. എന്തു ബലം കൊണ്ടു സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോയി വന്നിരുന്നു കൊണ്ടു ഭവാൻ. പോരുമതിന് ബലമെങ്കിൽ എന്നോടു പോരിനായിക്കൊണ്ടു പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തെന്നുള്ളിൽ വന്നിങ്ങു ബുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. നക്തഞ്ചര കുലശ്രേഷ്ഠൻ ഭവാൻ ഒരു ശക്തനെന്നാകിൽ പുറപ്പെടുകാശു നീ. പർവത സന്നിഭന്മാരായ വാനരരുർവികുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം. ഇത്തരം വാനരനായകന്മാർ 67 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയുമുണ്ടുള്ളതവർക്കെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരെ വരും. ശ്രീരാമദേവനും മാനുഷനല്ലാതിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നതു യോഗമായ ദേവി സോദരൻ ലക്ഷ്മണനായതനന്ദനും ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാർ. ജനകജ രാഘവന്മാരെന്നറിക വഴി പോലെ വൈരമവരോടു സംഭവിച്ചിടുവാൻ കാരണമെന്തെന്നതോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും
പഞ്ചത്വമാശുഭവിക്കുമെല്ലാവനും. പഞ്ചപഞ്ചാത്മക തത്വങ്ങളെ കൊണ്ടു സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസമേതാസ്തി മൂത്രത്മലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധമെത്രയും ജ്ഞാനെന്ന ഭാവമതിങ്കലുണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്ക നീ. പുണ്യപാപങ്ങളോടും ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖബന്ധനം. ദേഹത്തെ ഞാനെന്നു കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവു നിർമ്മലൻ അവ്യയൻ അദ്വയൻ ആത്മാനമാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ നമസ്കരിച്ചിടുക സന്തതം. ആത്മനി തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരൻ അദ്വയൻ. സീതയെ രാമന് കൊണ്ടക്കൊടുത്തു തൽപാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായിക്കിലാശു കീഴ്പോട്ടു പോയി ചെല്ലും നരകത്തിൽ ഇല്ലൊരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കു പറഞ്ഞതു നല്ല ജനത്തോടു ചോദിച്ചു കൊൾകടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോടു രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണദം ദേവം മരതകാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണസേവിതം ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളില്ലോ. മുക്തി വന്നിടും അതിനില്ല സംശയം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചുകൊള്ളിലോ. മുക്തി വന്നിടും അതിനില്ല സംശയം. അതിശ്രേഷ്ഠമായ വാക്കുകളെ കൊണ്ട്
ശുഗൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹത്വം, അതോടൊപ്പം തന്നെ അതിശ്രേഷ്ഠമായ ഉപദേശം, മനുഷ്യർക്ക് വേണ്ടിയുള്ള ഉപദേശം, മനുഷ്യരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശം, ഇതൊക്കെ കഴിയുന്നു. ഇത് കഴിയുന്നതോടുകൂടി മാല്യവാന്റെ രാവണ മാതാവായ കൈകസിയുടെ താതൻ, മതിമാൻ, ബുദ്ധിമാൻ, വിനീതൻ, അങ്ങനെയുള്ള ആ മാല്യവാൻ വന്നിട്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മഹത്വവും ധർമ്മത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ശ്രീരാമനെ ആശ്രയിക്കാൻ ഉപദേശിക്കുന്നതുമാണ് രംഗം. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും പിന്തിരിയുന്നില്ല, യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ട് യുദ്ധം വിളംബരം ചെയ്തുകൊണ്ട് ഏർപ്പാടുകൾ ചെയ്യുന്ന യുദ്ധാരംഭത്തിലേക്ക് കടക്കുകയാണ്. പിന്നീടാണ് രാവണന്റെ പുറപ്പാട്, എങ്ങനെയുള്ള പടപ്പുറപ്പാട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വർണ്ണിച്ച് നമുക്ക് ശ്രീരാമചന്ദ്രസ്വാമിയുടെ പരമ ഭക്തനായിട്ട് മാറുന്ന രാക്ഷസൻ കുംഭകർണന്റെ കഥ കൂടി നമുക്കിവിടെ നീതിവാക്യമായിട്ട് രാവണൻ ഉപദേശിക്കുന്ന നീതിവാക്യം കൂടി ശ്രദ്ധിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.